സർ എഡ്വിൻ ലൂട്ടിയൻസ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ ന്യൂഡൽഹി രൂപകൽപ്പന ചെയ്തത് അദ്ദേഹമായിരുന്നു. രാജ്പഥ്, രാഷ്ട്രപതി ഭവൻ, പാർലമെന്റ് ഹൗസ് ഇവയെല്ലാം അദ്ദേഹത്തിന്റെ കലാപാരംഗതയുടെ തെളിവുകളാണ്. അദ്ദേഹം ഇന്ത്യ ഗേറ്റിനും തന്റെ തന്നെ പ്രത്യേക ഡിസൈൻ നൽകി. ഇതൊരു ട്രൈംഫൽ ആർക്ക് ആയിരിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആശയം. അതിനായി അദ്ദേഹം മാതൃകയെ കണ്ടെടുത്തത് ഫ്രാൻസിലെ പാരീസിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ആർക്ക് ദി ട്രൈംഫ് ആയിരുന്നു. എന്നാൽ ഇന്ത്യ ഗേറ്റ് അതിന്റെ സ്വന്തമായൊരു ഇന്ത്യൻ ഭംഗിയും സ്വാതന്ത്ര്യവും പ്രകടമാക്കുന്ന രീതിയിലായിരുന്നു. 1921 ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ അംഗമായിരുന്ന ഡ്യൂക്ക് ഓഫ് കൊണോട്ട് ഇന്ത്യ ഗേറ്റിന്റെ ശിലാസ്ഥാപനം നടത്തി. അന്ന് വലിയൊരു ചടങ്ങായിരുന്നു. വീരരുടെ ഓർമ്മയ്ക്കായി ശിലാസ്ഥാപന സമയത്ത് സൈനികരെ സ്മരിച്ചു. അതിനുശേഷം ഏകദേശം 10 വർഷക്കാലം നീണ്ട പരിശ്രമമാണ് ഇന്ത്യ ഗേറ്റ് നിർമ്മിക്കാൻ എടുത്തത്. 1931 നിർമ്മാണം പൂർത്തിയായി. ഇപ്പോൾ നമുക്ക് ഇന്ത്യ ഗേറ്റിന്റെ ശില്പ സൗന്ദര്യം നോക്കാം. ഉയരം 42 മീറ്റർ, ഏകദേശം 137 അടി, വീതി 9.1 മീറ്റർ. പൂർണ്ണമായും ചുവന്ന മണൽക്കല്ലും ഗ്രാനൈറ്റും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആർച്ചിന്റെ രൂപകൽപ്പന അതിശയകരം. ഒരാൾ താഴെ നിന്ന് നോക്കുമ്പോൾ അത് ആകാശത്തോട് സംസാരിക്കുന്ന പോലെ തോന്നും. ഇതിന്റെ ഇരുവശങ്ങളിലും വലിയ പില്ലേഴ്സ് ഉണ്ട്. അതിന്റെ മുകളിൽ ചെറിയ കനോപ്പി രൂപത്തിലുള്ള അലങ്കാരവും. മുകളിൽ ഇന്ത്യ എന്ന് വലിയ അക്ഷരങ്ങളിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ഇന്ത്യ ഗേറ്റിന്റെ ഏറ്റവും മനസ്സിലേക്ക് തൊടുന്ന ഭാഗം ഏതെന്നറിയാമോ? അതിന്റെ മതിലുകളിൽ കൊത്തിവെച്ചിരിക്കുന്ന പേരുകളാണ്. ഏകദേശം 13,516 ഇന്ത്യൻ സൈനികരുടെ പേരുകൾ ഇവിടെ കൊത്തിയിരിക്കുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിലും 1919 അഫ്ഗാൻ യുദ്ധത്തിലും ജീവത്യാഗം ചെയ്തവർ. ഓരോ പേര് നോക്കുമ്പോൾ അതൊരു ജീവിതകഥ തന്നെയാണ്. ഒരു കുടുംബം, നഷ്ടപ്പെട്ട ഒരു മകൻ, ഒരു സഹോദരൻ, ഒരു പിതാവ്. ആ ഓർമ്മകളുടെ ഭാരമാണ് ഈ കല്ലുകൾ വഹിക്കുന്നത്. കൂട്ടുകാരെ, ഇപ്പോൾ നാം ഇന്ത്യ ഗേറ്റിന്റെ ഏറ്റവും വികാരപൂർണ്ണമായ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. അത് തന്നെയാണ് അമർ ജവാൻ ജ്യോതി. ഇന്ത്യ ഗേറ്റിന്റെ കീഴിൽ 1972 മുതൽ തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ജ്വാല നമ്മുടെ വീരസേനാനികളുടെ അനശ്വരമായ ഓർമ്മയാണ്. ഇത് വെറും തീയല്ല, ഇത് നിത്യമായുള്ള നന്ദിയും ദേശസ്നേഹവുമാണ്. 1971 നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ബംഗ്ലാദേശിന്റെ ജനനത്തോടെയാണ് അവസാനിച്ചത്. ആ യുദ്ധത്തിൽ നിരവധി ഇന്ത്യൻ സൈനികർ ജീവത്യാഗം ചെയ്തു. അവരുടെ ഓർമ്മയ്ക്കായി 1972 ജനുവരി 26 ഇന്ത്യ ഗേറ്റിന്റെ കീഴിൽ അമർ ജവാൻ ജ്യോതി സ്ഥാപിച്ചു. ഒരു വലിയ കറുത്ത ഗ്രാനൈറ്റ് ചതുരക്കല്ല്. അതിന്റെ മുകളിൽ തോക്കിൻ നാൾ വഴി താഴേക്ക് നോക്കി വെച്ചിരിക്കുന്നു. ആ തോക്കിൻ മുകളിൽ സൈനികന്റെ ഹെൽമെറ്റ്. അത് തന്നെ ഒരാൾ എന്നും അവിടെ ഉണ്ടായിരുന്നെന്ന ഓർമ്മ. അതിന്റെ 4 വശങ്ങളിലും നിരന്തരം തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന ജ്വാലകൾ. ഇതാണ് അമർ ജവാൻ ജ്യോതി. കൂട്ടുകാരെ, ഇപ്പോൾ ഇന്ത്യ ഗേറ്റിന്റെ പല കാലഘട്ടത്തിലുള്ള കഥകൾ നമ്മൾ കേട്ടു. ഇപ്പോൾ നാം കാണുന്നത് ഇന്നത്തെ ഇന്ത്യ ഗേറ്റ് ആണ്. ഇന്ത്യക്കാരുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി തീർന്ന ഒരു വിനോദ കേന്ദ്രം, ഒരു ദേശാഭിമാനത്തിന്റെ ചിഹ്നം, ഒരു കുടുംബ സംഗമ കേന്ദ്രം, എല്ലാം ഒരുമിച്ചുള്ള ഒരു സ്ഥലമാണിത്. രാത്രിയിൽ ഇന്ത്യ ഗേറ്റ് കണ്ടിട്ടുണ്ടോ? ലൈറ്റുകളുടെ പ്രകാശത്തിൽ അത് ഒരുപാട് മനോഹരമാണ്. മഞ്ഞ നിറത്തിലുള്ള വിളക്കുകൾ ഗേറ്റിന്റെ മുകളിൽ വീഴുമ്പോൾ അതൊരു സ്വർണ്ണ സിംഹദ്വാരം പോലെ തെളിയും. വൈകുന്നേരങ്ങളിൽ നാട്ടുകാർ ഇവിടെ കുടുംബ സംഗമത്തിനായി വരുന്നത് പതിവാണ്. ചിലർ കാറ്റിനൊപ്പം നടക്കും, ചിലർ ബെഞ്ചിലിരുന്ന് സംസാരിക്കും, ചിലർ ഒന്ന് നോക്കി ഫോട്ടോ എടുക്കും. എന്നാൽ എല്ലാവരുടെയും ഒരേ കാര്യം മനസ്സിൽ തോന്നും: ഇത് നമ്മുടെ രാഷ്ട്രത്തിന്റെ അഭിമാനമാണ് എന്ന്.